പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതിനായിട്ട് ഒരല്പം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു രാത്രി കുതിർത്തിയെടുത്ത ഗ്രീൻ പീസാണ്. ഇളവൻ തേങ്ങ കട്ട് ചെയ്തത്, തേങ്ങ തിരുമ്മിയെടുത്തത്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. വേകുവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മിക്സിയിൽ ചാറെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, 2 ചെറിയുള്ളി, തേങ്ങ തിരുമിയത്, ഒരൽപ്പം മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. ചെറിയുള്ളി, ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൊത്തിയെടുത്ത തേങ്ങ, ഇനി ഇതിനകത്തേക്ക് അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ഇട്ട് കൊടുക്കാം. ഈ അരപ്പിൽ കിടന്നൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് തിളച്ച് വരുന്ന നേരം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, അപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല വെറൈറ്റി ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇളവൻ തേങ്ങ വേണം കൊത്തിയിടുവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്